പ്ലൂട്ടോ മലയാളം സിനിമയാണ്. ഡയറക്ടർ ആദിത്യൻ ചന്ദ്രശേഖർ, റൈറ്റർ നിയാസ് മുഹമ്മദ്. ET ആണ് പരിപാടി, എക്സ്ട്രാ ടെറിസ്ട്രിയൽ. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഒന്ന് പാസ് ചെയ്ത് കൊടുക്കണം നമ്മുടെ സ്റ്റീവൻ സ്പിൽബർഗിന്, അതുപോലെ തന്നെ ഡെന്നി വിൽനോവി, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അവർക്ക് അയച്ചു കൊടുക്കണം. ഇതൊരു ടെക്സ്റ്റ് ബുക്ക് ഓഫ് ET ആണ്. ഈ സിനിമയുടെ മ്യൂസിക് ആൻഡ് ഓറിജിൻ സ്കോർ ചെയ്തിരിക്കുന്നത് ആർക്കാഡോ. അതാ ചോദിക്കുന്നത്, ആർക്കാഡോ. NJ ടീമാണ്. NJ എന്ന് പറഞ്ഞാലാണ് MC നിങ്ങൾക്കറിയാം. MC കഴിഞ്ഞാൽ പിന്നെ NJ ആണ്. നീരജ് മാധവ് ആഘോഷ പരിപാടിയാക്കി മാറ്റിയതാണ്. ഫുൾ സോങ്സ്, മുട്ടിന് സോങ്സ്. കാമുകിയെ കണ്ടാൽ സോങ്സ്, കാമുകി പടങ്ങിയാൽ സോങ്സ്, ഏലിയൻ വന്നാൽ സോങ്സ്, ഏലിയന് ലിക്വർ കിട്ടതായ സോങ്സ്. പിന്നെ ഇതിൻ്റെ VFX ചെയ്തിരിക്കുന്നത് ഫ്ലൈങ് ടു പ്ലൂട്ടോ. അതാണ് നല്ലത്, ഫ്ലൈങ് ടു പ്ലൂട്ടോ. അവിടെ പോകുമ്പോൾ ഇതിൻ്റെ ഒരു CD കൂടെ കൊണ്ടുപോകാം. അപ്പോൾ അവർ എഴുത്തുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കും ഏലിയൻസ്. അപ്പോൾ ഈ സിനിമയിലുള്ളത് NJ, നീരജ് മാധവ്, അതുപോലെ തന്നെ സുവിൻ ടാസൻ എങ്ങനെ പല്ല ഫുള്ള് പല്ലാണ് ലാലേട്ടൻ്റെ കൈവിരലും നഖമൊക്കെ അഭിനയിക്കുക. അതുപോലെ സുവിൻ ടാസിൻ്റെ പല്ല അങ്ങനെ ഉണ്ട്. ഇതാണ് ഈ സിനിമ. ഇതിൻ്റെ ഒരു ടിപ്പിക്കൽ ഒരു എഞ്ചിനീയറിംഗ് തോറ്റ് സപ്ലി ആയി തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന വെറും വാഴകളായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാർ. എന്നിട്ട് അവരെന്തൊക്കെയോ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് എന്തോ കൊമ്പോച്ച എന്നെല്ലാം പറഞ്ഞിട്ട് ഫുള്ള് ചളി കൈ നടൽ ടാസനൊക്കെ എന്തൊക്കെയോ കൈ നടന്നിടക്കി ഒന്നേ മാത്രം എന്ന് പറയുന്നത് തോന്നടക്കി. അങ്ങനെ പറഞ്ഞു വന്നത് എല്ലാവരും മത്സരിച്ചിട്ട് വെറുപ്പിക്കുക. പിന്നെ സിനിമയുടെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ വളരെ മോശം സ്ക്രിപ്റ്റ്, വളരെ മോശം ഡയലോഗ്സ്, വളരെ മോശം ഡയറക്ഷൻ, പിന്നെ അതിനൊക്കെ വെച്ച് വെക്കുന്ന തരത്തിലുള്ള ഉറപ്പിക്കുന്ന പെർഫോമൻസസ്. ഇനി ഇതിലെ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള അൽത്താഫിൻ്റെ ഏലിയൻ. അൽത്താഫ് തന്നെയായിട്ട് അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നാറ് പുള്ളി ഒരു പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. പുള്ളി ഒരേ ലുക്ക്, ഒരേ ഡയലോഗ് ഡെലിവറി, ഒരേ മോഡുലേഷൻ. അപ്പോൾ അങ്ങനെ പുള്ളി ചിലതൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ വെറുപ്പിക്കില്ലായിരുന്നു. അത് ഞാൻ പല റിവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അൽത്താഫിനെ കൊണ്ടുപോയിട്ട് മനുഷ്യനായിട്ട് അഭിനയിക്കുമ്പോൾ തന്നെ പലപ്പോഴും റിപ്പീറ്റീവായിട്ട് വരെയും വെറുപ്പിക്കുകയും ചെയ്യുന്ന അൽത്താഫിനെ പിടിച്ചിട്ട് ഏലിയൻ ആക്കിയിരിക്കുന്നു. പിന്നെന്താ പറയണ്ടേ, ഇത്രയും വൃത്തികെട്ട കൈയുള്ള ഒരു ഏലിയൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആ കൈ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു എക്കി ഫീലിംഗ്. അതെന്തിനാ അങ്ങനെ ഇത്രയും വികൃതമായി മേക്കപ്പ് ചെയ്ത് വെച്ച്. അപ്പോൾ ഈ ഏലിയന് പ്രത്യേകത ഉണ്ട്. അവിടെ ഇവരെ നാട്ടിൽ മറ്റേ സ്വർഗത്തിൽ മദ്യപ്പുഴ ഉണ്ടെന്ന് പറയാൻ പോലെ ഇവരെ നാട്ടിൽ, ഇവരെ യൂണിവേഴ്സിറ്റി, ഇവരെ പ്ലാനറ്റിൽ പിന്നെ ഭക്ഷണം ഇല്ല, പച്ചവെള്ളം കുടിക്കില്ല. ഇവരാകെ കഴിക്കുന്ന മദ്യം മാത്രം. അത് ഓൾഡ് മങ്കാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഏലിയൻ മൊത്തം കുടിക്കുന്ന ഓൾഡ് മങ്ക, പഴയ മണി. അപ്പം ഇദ്ദേഹത്തിന് ഏലിയന് മദ്യം കിട്ടണം. മദ്യം കിട്ടിയില്ലെങ്കിൽ ഏലിയൻ്റെ എനർജി പോയി ഏലിയൻ ഡെഡാകും. അപ്പം അങ്ങനെ ഏലിയനും ഇയാളും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസാണ്. ആര് നീരജ് മാധവായിട്ടുള്ള മത്സരിച്ച് അങ്ങോട്ട്. അൽത്താഫ് ഏതോ ഭാഷ ആദ്യം പറയുന്നത്, ഏലിയൻ ലാംഗ്വേജ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് മലയാളം പഠിച്ചിട്ട് അൽത്താഫ് മലയാളം പറയുന്നുണ്ട്. എൻ്റെ പൊന്നോ സഹിക്കാൻ പറ്റില്ല, അച്ചടി ഭാഷയിൽ ഇങ്ങനെ മലയാളം പറയാം. അതിൻ്റെ ഇടയ്ക്ക് കോമഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് നൈറ്റ് മിഷൻ ഉണ്ട്, വേറെ കഴിവെല്ലാം പറഞ്ഞ് കോമഡി ഉണ്ടാകാൻ വേണ്ടി, അതായത് ഭാഷാ കോമഡി. അങ്ങനത്തെ കോമഡി. ഇതിൽ ഏലിയൻ അൽത്താഫ് ഭൂമിയിലേക്ക് വന്ന കാരണം കേട്ട് കഴിഞ്ഞാൽ ചിരിച്ചു മരിക്കും. അവിടെ എന്തോ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ എന്തോ എക്സാം എഴുതിയിട്ട് പുള്ളി ഇവിടുത്തെ നാട്ടിലെ നീരജിനെ പോലെ തന്നെ പൊട്ടി സപ്ലി, അതിൽ മനംനൊന്നിട്ട് നാട് വിട്ടതാ ഭൂമിയിലേക്ക്. അയ്യോ. അപ്പോൾ അവിടെ നിന്ന് സപ്ലി ആയിട്ട് വന്നവൻ ഇവിടെ നിന്ന് സപ്ലിക്കാരനെ കണ്ടുമുട്ടി ഉണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കഥന ഏലിയൻ പ്ലൂട്ടോ.